ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഞാൻ ഈ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഒരു ഉറുദു ഭാഷാ പ്രേമിയാണോ? യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഉറുദു ഭാഷയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം? ഉറുദു ഭാഷയെക്കുറിച്ച് ഏതെല്ലാം പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്? ആരെങ്കിലും നിങ്ങളോട് ഉറുദു ഭാഷയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ദൂരീകരിക്കാൻ കഴിയുന്നുണ്ടോ? പലരുടെയും ഉത്തരം ഇല്ല എന്നായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ ഭാഷയെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കിയിട്ടില്ല. പാഠപുസ്തകങ്ങൾ ഉറുദു ഭാഷയിൽ വരുന്നു, നമ്മളത് പഠിക്കുന്നു, അതിൽ മാർക്ക് വാങ്ങുന്നു, ജയിക്കുന്നു, പലപ്പോഴും A+ ഗ്രേഡ് വാങ്ങുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അതല്ലാതെ നമ്മുടെ ഭാഷ എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്, അതിൻ്റെ വേരുകൾ എന്താണ് എന്നൊന്നും അന്വേഷിക്കാനായിട്ട് നമ്മളിൽ പലരും മെനക്കെട്ടിട്ടുണ്ടാവില്ല, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. ഉറുദു ഭാഷ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഭാഷയെ പ്രേമിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഉറുദു ഭാഷയുടെ ചരിത്രമാണ് നോക്കുന്നത്. ഉറുദു ഭാഷയുടെ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 12-ാം നൂറ്റാണ്ടിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഉറുദു ഇന്ത്യയിൽ പിറവിയെടുക്കുന്നത്. പേർഷ്യൻ, അറബി, തുർക്കി ഭാഷകളിലെ പദങ്ങളും ഒപ്പം തന്നെ ഇന്ത്യയിൽ സാധാരണക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഗഡി ബോലി എന്നുള്ള പ്രാദേശിക ഭാഷയും ചേർന്നുണ്ടായതാണ് നമ്മുടെ ഉറുദു ഭാഷ. ആരംഭത്തിൽ പേർഷ്യൻ സൈനികർക്കിടയിലും ഒപ്പം തന്നെ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കിടയിലും മാത്രം പ്രചാരത്തിലുണ്ടായിരുന്ന ഈ ഭാഷ പിന്നീട് അങ്ങോട്ട് വളർച്ചയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറി. പിന്നീട് സൂഫി വര്യന്മാർ ഈ ഭാഷയിൽ അവരുടെ പ്രബോധനം ആരംഭിച്ചു. കാരണം ഇവിടെയുള്ള സാധാരണ ജനങ്ങൾ ഇതിനോടകം തന്നെ ഉറുദു ഭാഷയെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് മുഗൾ കാലഘട്ടമാവുമ്പോഴേക്കും ഉറുദു ഭാഷ അതിൻ്റെ വളർച്ചയുടെ പരമോന്നതിയിലെത്തിയിരുന്നു. ഒരുപാട് സാഹിത്യ രചനകളും ഒരുപാട് സാഹിത്യകാരന്മാരും നമ്മുടെ ഉറുദു ഭാഷയിൽ പിറവിയെടുത്തു. മുഗൾ ബാദുഷമാരുടെ മഹലുകളിലും ദർബാറുകളിലും നമ്മുടെ ഉറുദു ഭാഷയുടെ നിറസാന്നിധ്യം നിറഞ്ഞു കവിഞ്ഞു. വെറും സംസാര ഭാഷയിൽ നിന്ന് മുഗൾ കാലഘട്ടത്തിലെ പ്രമുഖ ഭാഷ എന്ന പദവിയിലേക്ക് നമ്മുടെ ഉറുദു വളർന്നു. ഒരുപാട് സാഹിത്യകാരന്മാർ ഈ ഭാഷയെ നെഞ്ചിലേറ്റി. സാധാരണക്കാർക്കിടയിൽ ഈ ഭാഷ വളരെയധികം പ്രചരിച്ചു. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന സമയത്തും അവരുടെ ആശയവിനിമയം നടത്താനായി ഉറുദു ഭാഷയുടെ സഹായം തേടിയിരുന്നു. അവർ 1800-ൽ നിർമ്മിച്ച ഫോർട്ട് വില്യം കോളേജിൽ ഉറുദു ഭാഷയുടെ പഠനത്തിനാവശ്യമായി ഒരു ശാഖയും ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് നമ്മുടെ ഉറുദു ഭാഷയാണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ഈ ഒരു മുദ്രാവാക്യം കേൾക്കുമ്പോൾ രോമാഞ്ചം കൊള്ളാത്തവരായിട്ട് നമ്മളിൽ ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? ഈ ഭാഷയിലെ മനോഹരമായ സൃഷ്ടിയാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള കാര്യം നമ്മളിൽ എത്ര പേർക്കറിയാം? അതുപോലെ തന്നെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ, ഒരുപാട് ചെറുകഥകൾ, ഒരുപാട് പത്രമാസികകൾ, ഒരുപാട് വാരികകൾ തുടങ്ങിയവയെല്ലാം നമ്മുടെ ഭാഷയിൽ പിറവിയെടുത്തു. ഇന്ന് ഈ ഭാഷ ഇന്ത്യയുടെ ഭരണഘടന 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഷയാണ്. മാത്രമല്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഔദ്യോഗിക ഭാഷാ പദവിയിൽ നമ്മുടെ ഉറുദുവും ഉണ്ട്. ഇനി നമുക്ക് ഉറുദു ഭാഷയുടെ പ്രത്യേകതകൾ നോക്കാം. ഉറുദു ഭാഷ ലളിത സുന്ദരമാണ്, താളാത്മകമാണ്, അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ ഭാഷയാണ്, സംഗീത സാന്ദ്രമായ ഭാഷയാണ്. ഉറുദു ഭാഷയുടെ വശ്യതയും മനോഹാരിതയും അത് വേറിട്ടു നിൽക്കുന്നു. ഉറുദു ഭാഷയിലെ സൃഷ്ടികൾക്കുണ്ടാകുന്ന താളാത്മകത വേറെ ഒരു ഭാഷയ്ക്കും കാണാൻ കഴിയില്ല. ഉറുദു ഭാഷയുടെ
തനത് സൃഷ്ടിയായിട്ടുള്ള ഗസൽ അതിന് ഉത്തമമായ ഉദാഹരണമാണ്. ഇന്ന് ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലും ഗസലിന് വളരെയധികം പ്രേമികളാണ് ഉള്ളത്. ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഉറുദു എവിടെയെല്ലാം എന്നുള്ളതാണ്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ഡൽഹി, ജമ്മു കാശ്മീർ, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ഉറുദു വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഭാഷയാണ്. ഇവിടെയെല്ലാം രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷ എന്ന പദവിയിലാണ് നമ്മുടെ ഉറുദു ഉള്ളത്. കോടിക്കണക്കിന് ആളുകളാണ് ഉറുദു മാതൃഭാഷയായി സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഉറുദു ഭാഷ 1500ഓളം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. UPയിലും ഹൈസ്കൂളിലുമായിട്ട് ഏകദേശം 1000-ൽ പരം അധ്യാപകർ നമ്മുടെ ഉറുദു അധ്യാപകരാണ്. ഉറുദുവിൻ്റെ ജന്മഭൂമിയായ ഇന്ത്യയിൽ മാത്രമല്ല ഉറുദു സംസാരിക്കുന്നത്. ഒരുപാട് വേറെ രാജ്യങ്ങളിലും നമ്മുടെ ഉറുദു നിറസാന്നിധ്യമാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നോക്കൂ, നമ്മുടെ ഗൾഫ് കൺട്രീസ്, സൗദി അറേബ്യ, കുവൈത്ത്, UAE, ഖത്തർ എന്നൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളിലെല്ലാം ഉറുദു ഭാഷയുടെ നിറസാന്നിധ്യം ഉണ്ട്. ഒപ്പം തന്നെ ജപ്പാൻ, ജർമ്മനി, ചൈന, കാനഡ, അതുപോലെ തന്നെ വടക്കേ അമേരിക്ക തുടങ്ങിയ ഭാഗങ്ങളിലും ഉറുദു പ്രേമികൾ ധാരാളമുണ്ട്. ഉറുദു ഭാഷ സംസാരിക്കുന്നവരും ഇവിടങ്ങളിലെല്ലാം ഉണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയവിടങ്ങളിലും ഉറുദു ഭാഷ പ്രേമികൾ ധാരാളമുണ്ട്. ഉറുദു ഭാഷ മാതൃഭാഷയായി സംസാരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെയെല്ലാം ഉണ്ട്. ജപ്പാനിലും ചൈനയിലും അതുപോലെ തന്നെ അമേരിക്കയിലുമൊക്കെ ഉറുദു ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സുകളിലെല്ലാം സംശയമുണ്ടാവും അല്ലേ? ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയും ചൈനയിലെ ബീജിംഗ് യൂണിവേഴ്സിറ്റിയുമെല്ലാം ഉറുദു ഭാഷാ പഠന സൗകര്യം ഒരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം അന്വേഷിക്കാം. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് ഉറുദു ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്നാണ്. ആദ്യം തന്നെ പറയട്ടെ, ഉറുദു വെറുതെ ഒരു ഭാഷയല്ല അല്ലേ. ഉറുദു ഒരു സാംസ്കാരിക ഭാഷയാണ്. ഇന്ത്യയുടെ സംസ്കാരം ഇതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒപ്പം തന്നെ ഉറുദു മാനവികതയുടെ ഭാഷയാണ്. ഈ മൂല്യങ്ങളെല്ലാം നമ്മളിൽ നിറയാൻ ഈ ഭാഷ കാരണമാവുന്നു. മൂല്യവും മനോഭാവം ഒന്നും പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവില്ല അല്ലേ. നമ്മൾ ചോദിക്കുന്നത് ഈ ഭാഷ പഠിച്ചതുകൊണ്ട് എന്ത് ജോലി സാധ്യതകളാണ് നമുക്കുള്ളത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് എനിക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കും. നോക്കൂ, ഉറുദു ഭാഷ പഠിക്കുന്നത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വളരെയധികം എളുപ്പമാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കുറേ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞു അല്ലേ. ഇവിടെയെല്ലാം നമ്മുടെ ആശയവിനിമയം നടത്താനായിട്ട് നമ്മുടെ ഈ ഭാഷ നമ്മളെ വളരെയധികം സഹായിക്കും. നമുക്ക് ഈ ഭാഷയിലൂടെ നല്ലൊരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരിയായി മാറാം. ഒപ്പം തന്നെ നല്ലൊരു ഗസൽ രചയിതാവാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നന്നായി ഗസൽ പാടുന്ന ഒരു ഗായകനോ ഗായികയോ ആയി മാറാം. നോക്കൂ, നമ്മുടെ ഹിന്ദി സിനിമ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഹിന്ദി പാട്ടുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന പല പാട്ടുകളിലും ഉറുദു ഭാഷയുടെ ഉറുദു ഭാഷയുടെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിലിം സോങ് റൈറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഇതെല്ലാം സാഹിത്യവും കലയുമായുമൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു അല്ലേ. അതല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രാൻസ്ലേറ്ററായിട്ട് നമുക്ക് മാറാൻ കഴിയും. ഈ പറഞ്ഞ ഗൾഫ് കൺട്രീസിലെ കോർട്ടുകളിലെല്ലാം നമുക്കൊരു ട്രാൻസ്ലേറ്ററായിട്ട് ഇതിൽ ജോലി സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ TV ന്യൂസ് ചാനൽസ്, ഈ മീഡിയകളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു റിപ്പോർട്ടറായും അതുപോലെ തന്നെ നല്ലൊരു ന്യൂസ് റീഡറായിട്ടുമൊക്കെ അതുപോലെ തന്നെ നല്ലൊരു എഡിറ്ററായുമൊക്കെ ജോലി എടുക്കാനായി നമ്മുടെ ഈ ഭാഷ നമ്മളെ വളരെയധികം സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് നിങ്ങൾ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കേരളത്തിൽ ഉറുദു പത്രമില്ല, അത് ശരിയാണ് അല്ലേ. പക്ഷേ ഇന്ത്യയുടെ നാനാഭാഗത്തും ഉറുദു പത്രങ്ങളുണ്ട്.
ഒപ്പം ഉറുദു മാസികകളും വാരികകളുമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചാനലുകൾ ഉറുദു ഭാഷയിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എന്തിനാ പറയുന്നത്? നമ്മൾ കേൾക്കുന്ന BBC അല്ലേ, BBC-യിലടക്കം ഉറുദു സംപ്രേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഹുദാ ഹാഫിസ്.